കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ നമ്പർ സീക്വൻസിനെ പറ്റി പഠിച്ചു. The numbers arranged as first, second, third, etc. under a specific rule are sequences. ഈ പോർഷനിൽ നമ്മൾ സീക്വൻസിൻ്റെ റൂളിനെ ഒരു ഓൾജിബ്രേക്ക് ഫോമിൽ, അതായത് വേരിയബിൾസ് ഉപയോഗിച്ച് ഒക്കെ എഴുതാനാണ് നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു സീക്വൻസ് കൺസിഡർ ചെയ്യുന്നു. 4, 8, 12, etc. നമുക്കറിയാം ഇവിടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് x1 4 ആണ്, x2 എന്ന് പറയുന്നത് 8 ആണ്, x3 എന്ന് പറയുന്നത് 12 ആണ്. ഇപ്പോൾ ഈസി ആയിട്ട് നമുക്കിവിടെ നിന്നും ഫോർത്ത് ടേം x4 എന്ന് പറയുന്നത് 16 ആണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇവിടെ ഫസ്റ്റ് ടേം, അതായത് ഇവിടുത്തെ സഫിക്സായ 1ഉം ടേമിൻ്റെ പൊസിഷനാണത്. 1, 2, 3, 4 എന്നുള്ളത് ഈ ടേമിൻ്റെ പൊസിഷനാണ്. x1 എന്നുള്ളത് ടേം, ഫസ്റ്റ് ടേം എന്നുള്ളത് x1, സെക്കൻഡ് ടേം x2, തേർഡ് ടേം x3, ഫോർത്ത് ടേം x4. അപ്പോൾ അതിൻ്റെ പൊസിഷനും ഈ ടേമുമായിട്ടുള്ള റിലേഷൻ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 4 വന്നപ്പോൾ 1 വന്നപ്പോൾ 4, 2 വന്നപ്പോൾ 8, 3 വന്നപ്പോൾ 12, 4 വന്നപ്പോൾ 16. That means 4 is equal to 4 into 1. 8 is equal to 4 into 2. 12 is equal to 4 into 3. 16 is equal to 4 into 4. അങ്ങനെയാണെങ്കിൽ 20th ടേം എന്തായിരിക്കും? x20. 4 into 20. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ജനറൽ ഫോം, അതായത് nth ടേം xn എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 4 into n, ദാറ്റ് ഈസ് 4n. അപ്പം ഇങ്ങനെ ജനറൽ ടേം എഴുതുന്നതിനെയാണ് നമ്മൾ ആൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറയും. അപ്പോൾ ഈ സീക്വൻസിൻ്റെ ആൾജിബ്രൈക് എക്സ്പ്രഷനാണ് 4n. ഇവിടെ വരുന്ന സഫിക്സായ 1, 2, 3, 4, n ഇതെല്ലാം നമ്മൾ പറയുന്നത് അതിൻ്റെ പൊസിഷൻ എന്നാണ് പറയുന്നത്. ജനറലായിട്ട് പറഞ്ഞാൽ നമ്മൾ nth ടേം എന്ന് പറയുന്നതാണ് നമ്മൾ ജനറലി ആൾജിബ്രൈക് എക്സ്പ്രഷനായിട്ട് പറയുന്നത്. അതായത് ആൾജിബ്രൈക് എക്സ്പ്രഷൻ നമുക്ക് സഹായിക്കും. അവിടെ എന്തിനെ സഹായിക്കും? ഓരോ ടേമിനെയും ആ ജനറൽ ഫോമിൽ നിന്ന് നമുക്ക് ഓരോ ടേമിനെയും കണ്ടെത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. ഇനി ഞാൻ മറ്റൊരു സീക്വൻസ് എഴുതുകയാണ്. 1, 4, 9, etc. ഈ സീക്വൻസിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടുത്തെ ഫസ്റ്റ് ടേം x1 എന്ന് പറയുന്നത് 1, സെക്കൻഡ് ടേം x2 എന്ന് പറയുന്നത് 4, തേർഡ് ടേം x3 എന്ന് പറയുന്നത് 9. അപ്പോൾ ഇവിടെ പൊസിഷനും ടേമുമായിട്ടുള്ള റിലേഷൻ എന്താണ്? ഇവിടെ 1 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ, ഇവിടെ 4 എന്ന് പറഞ്ഞാൽ ഈ 2ൻ്റെ സ്ക്വയർ ആണ്. ഇവിടെ x3 3 എന്ന് പറയുന്നത് അതിൻ്റെ സ്ക്വയർ ആണ് 9. അപ്പോൾ നമുക്ക് 10th ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും വരുന്നത്? 10ൻ്റെ സ്ക്വയർ 100. അപ്പോൾ ഇതിനകത്തിലെ nth ടേം, ജനറൽ ടേം xn എന്ന് പറയുന്നത് n സ്ക്വയർ ആയിരിക്കും. ഇതാണ് ഈ സീക്വൻസിൻ്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ. നെക്സ്റ്റ് നമ്മൾ കുറച്ച് മാച്ച് സ്റ്റിക്കുകളുണ്ട്. അത് വെച്ചിട്ട് ഞാൻ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാം. 3 എണ്ണം നമുക്ക് ചേർത്ത് വെച്ചാൽ, നിങ്ങൾക്ക് അറിയാവുന്ന 3 എണ്ണം ചേർത്ത് വെച്ചാൽ നമുക്കൊരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരെണ്ണം കൂടി കൺസ്ട്രക്ട് ചെയ്യാൻ പല രീതിയിൽ നമുക്ക് പറ്റും. പക്ഷേ മിനിമം എത്ര തീപ്പെട്ടി കമ്പ് കൊണ്ട് നമുക്കിത് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എന്നാ നോക്കി, ഇവിടെ ഞാൻ ഒരു ട്രയാങ്കിൾ ആയപ്പോൾ നമ്മൾ 3 മാച്ച് സ്റ്റിക്ക് ഉപയോഗിച്ചു. അടുത്തത് 1, 2 ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തപ്പോൾ 1, 2, 3, 4, 5 മാച്ച് സ്റ്റിക്കുകൾ ഉപയോഗിച്ചു. അടുത്ത നമ്മൾ ഒരെണ്ണം കൂടി കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ എത്ര എണ്ണം വേണം? 7 മാച്ച് സ്റ്റിക്സ് വേണം. അപ്പോൾ ഇവിടെ ഞാൻ ഇതിനെ ഒരു സീക്വൻസ് ആക്കുകയാണ്. അതായത് x1 is equal to 3, x2 is equal to 5, x3 is equal to 7.
ഇതിനെ ഒരു ജനറലൈസ് ചെയ്താൽ നമുക്കിതിൻ്റെ ഒരു ഓൾജിബ്ര എക്സ്പ്രഷൻ ഉണ്ടാക്കിയാൽ ഈ 3ഉം 1ഉം 5ഉം 2ഉം 7ഉം 3ഉം ഒക്കെ ആയിട്ടുള്ള റിലേഷൻ എന്താണ്? ഇവിടെ 5 എന്ന് പറഞ്ഞാൽ 3 പ്ലസ് 1 ഇൻറ്റു 2. 7 എന്ന് പറഞ്ഞാൽ 3 പ്ലസ് 2 ഇൻറ്റു 2 എഴുതാമല്ലോ. ഇതിനെ 3 പ്ലസ് 0 ഇൻറ്റു 2. ഇപ്പം ഈ സീക്വൻസിൽ നാലാമത്തെ ടേം എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ രണ്ടും കൂടെ കൂട്ടുന്ന 9. അത് കിട്ടുന്നത് എങ്ങനെയാണ്? 3 പ്ലസ് 3 ഇൻറ്റു 2. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടാൻ വേണ്ടതാണ് 3 മാച്ചസ്. 2 ട്രയാങ്കിൾ കിട്ടാൻ 5 തീപ്പെട്ടിക്കമ്പ് വേണം. 3 ട്രയാങ്കിൾ കിട്ടാൻ 7 തീപ്പെട്ടിക്കമ്പ് മിനിമം വേണം. 4 ട്രയാങ്കിൾ കിട്ടാൻ 9 തീപ്പെട്ടിക്കമ്പ് വേണം. അങ്ങനെയാണെങ്കിൽ 10 ട്രയാങ്കിൾ കിട്ടാൻ നമുക്ക് എത്ര എണ്ണം വേണം? 3 പ്ലസ് ഇവിടെ 4 വന്നപ്പോൾ ഇവിടെ 3 വന്നപ്പോൾ 2. അങ്ങനെയാകുമ്പോൾ ഇവിടെ 10 വരുമ്പോൾ 9 ഇൻറ്റു 2. അങ്ങനെയാണെങ്കിൽ nth ടേം, അതായത് n ട്രയാങ്കിൾസ് കൺസ്ട്രക്ട് ചെയ്യാൻ നമുക്ക് എത്ര തീപ്പെട്ടിക്കമ്പ് വേണം? 3 പ്ലസ് ഇതിനെക്കാട്ടി 1 കുറവല്ലേ, n-1 ഇൻറ്റു 2. നമ്മൾ ഇത് a ഇൻറ്റു b പ്ലസ് ഈ ഫോമില. അപ്പോൾ നമുക്ക് ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 പ്ലസ് 2n മൈനസ് 2. 2n 3 മൈനസ് 2 1. 2n പ്ലസ് 1. അപ്പോൾ ഈ സീക്വൻസിൻ്റെ 3, 5, 7 എക്സെട്ര എന്ന് പറയുന്ന സീക്വൻസിൻ്റെ ഓൾജിബ്ര എക്സ്പ്രഷനാണ് 2n പ്ലസ് 1. അതായത് ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ n1 ആയിരിക്കും. ഇപ്പോൾ 2 ഇൻറ്റു 1 പ്ലസ് 1, 2 ഇൻറ്റു 1 2, 2 പ്ലസ് 1 3. 2 ട്രയാങ്കിൾ ആകുമ്പോൾ 2 ഇൻറ്റു 2 4, 4 പ്ലസ് 1 5. 5 മാച്ച് സ്റ്റിക്സ് നമുക്ക് ആവശ്യം. ഇതാണ് അതിൻ്റെ ഓൾജിബ്ര എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഓൾജിബ്ര ഫോം. ഇപ്പം നമ്മൾ ആദ്യം പഠിച്ചതിനകത്ത് ആദ്യത്തെ സീക്വൻസിൻ്റെ ഓൾജിബ്ര എക്സ്പ്രഷൻ 4n, സെക്കൻഡ് 1ൻ്റെ n², തേർഡ് 1ൻ്റെ 2n പ്ലസ് 1. നിങ്ങൾ ടെക്സ്റ്റിനകത്തിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഓൾജിബ്ര എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ. അതൊന്ന് ചെയ്ത് നോക്കുക.